ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ പുറത്തു പോയി, അല്ലെങ്കിൽ അവൾ എന്നെ കണ്ട ഉടനെ തന്നെ അവൾ ഓടിപ്പോയി. ഇതുപോലെ ഒരു കാര്യം ചെയ്ത ഉടനെ തന്നെ മറ്റൊരു കാര്യം സംഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്ന അറിയാം? നമ്മൾ ഉപയോഗിക്കും കൺജങ്ഷൻസ്. എന്താ ഉപയോഗിക്കുക? കൺജങ്ഷൻസ്. അപ്പം എന്താണ് കൺജങ്ഷൻസ്? കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസിനെയാണ് എന്ത് പറയുക? കൺജങ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു രണ്ട് കൺജങ്ഷൻസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതാണ് ദ മൊമെന്റ്, രണ്ടാമതാണ് ആസ് സൂൺ ആസ്. എന്താണ് ദ മൊമെന്റ്? രണ്ടാമതാണ് ആസ് സൂൺ ആസ്. ഈ രണ്ടും സെന്റൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ മീനിങ് വരിക, അർത്ഥം വരികയാണ് ഉടനെ തന്നെ. എന്താ പറയുക? ഉടനെ തന്നെ. ഇപ്പം ഞാൻ പറയാണ്, നമുക്ക് ഉദാഹരണം നോക്കാം. ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ അവൻ പുറത്തു പോയി. ഞാൻ അവിടെ എത്താൻ വേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ അവൻ പുറത്തു പോയി. ഞാൻ പറയാറില്ലേ? തീർച്ചയായും പറയാറുണ്ട്. എങ്ങനെ? ആദ്യം നമുക്ക് പറയാം ഞാൻ അവിടെ എത്തി എന്ന് പറയാം. ഞാൻ പറയാം ഞാൻ അവിടെ എത്തി. ഞാൻ അവിടെ എത്തി. ഐ അറൈവ് ദെയർ, അല്ലേ? തീർച്ചയായിട്ടും ഐ അറൈവ് ദെയർ. ഈ ഐ അറൈവ് ദെയർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സെന്റൻസിന്റെ മുന്നേ, ഈ ചെറിയ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സെന്റൻസിന് മുന്നേ നമ്മൾ ദ മൊമെന്റ് അല്ലാന്നുണ്ടെങ്കിലോ ആസ് സൂൺ ആസ് ചേർക്കുകയാണെങ്കിൽ അത് അർത്ഥം എങ്ങനെ വന്നറിയോ? ചേർക്കാം. ദ മൊമെന്റ് ഞാൻ ചേർക്കുകയാണ്. ദ മൊമെന്റ്. ഓക്കെ, ദ മൊമെന്റ് ഐ അറൈവ് ദെയർ. ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ. ആണോ? ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ. ഇനി ഞാൻ ദ മൊമെന്റ് പകരം ചേർക്കുകയാണ് ആസ് സൂൺ ആസ്. As soon as I arrived there, ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? മറ്റൊന്ന് സംഭവിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഏതാണ്? നമ്മൾ സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കാറില്ലേ? വെൻ. നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാറില്ല. എല്ലാവരും ഉപയോഗിക്കുന്നതാണ് വെൻ. വെൻ ഐ അറൈവ് ദെയർ, ഞാൻ അവിടെ എത്തിയപ്പോൾ. ഹി വെന്റ് ഔട്ട്, അവൻ പുറത്തു പോയി. ഈ വെൻ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ, ഈ ഒരു കൺജങ്ഷൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് വ്യത്യാസം? രണ്ട് കാര്യങ്ങൾ, അതിനിടക്കുള്ള സമയമുണ്ടല്ലോ. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ, ഇവിടെയാണ് വെൻ ഐ അറൈവ് ദെയർ ഹി വെന്റ് ഔട്ട്. ഞാൻ അവിടെ എത്തിയപ്പോൾ അവൻ പുറത്തു പോയി, അല്ലേ? ഈ രണ്ട് കാര്യങ്ങളുടെ ഇടക്കുള്ള സമയമുണ്ടല്ലോ, അവിടെ ചെറിയൊരു സമയമുണ്ട്, ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഗ്യാപ്പ് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? വെൻ വരിക. വെൻ. ഞാൻ അവിടെ എത്തിയപ്പോൾ അവൻ പുറത്തു പോയി, അല്ലേ? സമയം എടുക്കുന്നില്ലേ? തീർച്ചയായും എടുക്കുന്നുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ വെൻ ആണ് ഉപയോഗിക്കുക. പക്ഷെ വെൻ എന്ന് പറയുന്ന കൺജങ്ഷൻ പകരം നമ്മൾ ദ മൊമെന്റ് ചേർക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആസ് സൂൺ ആസ് ചേർക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലോ അതില്ലാതായി മാറുകയാണ്. ഇങ്ങനെ ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ അവൻ പോയി. കണ്ടോ? ദ മൊമെന്റ് ഐ അറൈവ് ദെയർ ഹി വെന്റ് ഔട്ട്. ഞാനത് എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അവൻ പോയി. ഓക്കെ, വെൻ ഉപയോഗിക്കുകയാണെങ്കിലോ നോർമലായിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ അവൻ പോയി. ഓക്കെ, ഞാൻ അവിടെ എത്തി, അവൻ സംസാരിച്ചു. ഓക്കെ അവൻ പോയി. പക്ഷേ ഈ ഓക്കെ ഒന്നും പറയാനുള്ള സമയമില്ല അവിടെ. ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ അവൻ പോയി. അപ്പോൾ ദ മൊമെന്റ് ഉപയോഗിക്കേണ്ടി വരും. വെൻ എന്ന് പറയുന്ന കൺജങ്ഷൻ ഒഴിവാക്കിയിട്ട് അവിടെ ചേർക്കുക, ദ മൊമെന്റ് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിലോ ആസ് സൂൺ ആസ് ഐ അറൈവ് ദെയർ ഹി വെന്റ് ഔട്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഉടനെ തന്നെ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉപയോഗിക്കാറുണ്ടല്ലോ. ഏതാണ്? റൈറ്റ് ആഫ്റ്റർ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ആഫ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസും ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ? വെൻ ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് ചേർക്കാം റൈറ്റ് ആഫ്റ്റർ. കണ്ടോ? തീർച്ചയായിട്ടും റൈറ്റ് ആഫ്റ്റർ ചേർക്കാവുന്നതാണ്. റൈറ്റ് ആഫ്റ്റർ ഐ അറൈവ് ദെയർ ഹി വെന്റ് ഔട്ട്. തീർച്ചയായിട്ടും. ഇനി ഇതിന് പകരം നമുക്ക് ആസും ചേർക്കാവുന്നതാണ്. കാരണം ആസും കൺജങ്ഷന്റെ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. എങ്ങനെ? As I arrived there, he went out. അപ്പോൾ ഒരേ സെന്റൻസിനെ നമുക്ക് പല തരത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, പക്ഷേ ദ മൊമെന്റ് അതുപോലെ തന്നെ ആസ് സൂൺ ആസ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒന്നും കൂടി എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്ത ഉടനെ തന്നെ മറ്റു ചെയ്തു എന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ട്, എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദ മൊമെന്റ് ആൻഡ് ആസ് സൂൺ ആസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാം. റൈറ്റ് ആഫ്റ്റർ ഉപയോഗിക്കാം, ആസ് ഉപയോഗിക്കാം, വെൻ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ്, അവൻ വന്ന ഉടനെ ഞങ്ങൾ മീറ്റിംഗ് ആരംഭിക്കും. എന്ന് വെച്ചാൽ ഇതുവരെ മീറ്റിംഗ് ആരംഭിച്ചിട്ടില്ല. അവൻ വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് ആരംഭിക്കും.
വരുമ്പോൾ മീറ്റിംഗ് ആരംഭിക്കും. ഓക്കെ, എന്താണ് ഇത് ഭാവിയെക്കുറിച്ച് പറയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം അവൻ വരുമ്പോൾ മീറ്റിംഗ് ആരംഭിക്കുന്നു എഴുതാം. വെൻ ഹി അറൈവ്സ്, അവൻ വരുമ്പോൾ. നോ, വെൻ ഹി അറൈവ്സ്, അവൻ വരുമ്പോൾ. പക്ഷേ നമ്മളിവിടെ എഴുതുന്നതെന്നറിയോ, സിമ്പിൾ പ്രസന്റ് ആണല്ലേ, വെർബിൻ്റെ കൂടെ SES ഫോം. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ഉദാഹരണം പറയാം. ഹീ കംസ് അല്ലേ, ഹീ കംസ്, അതുപോലെ ഹീ വിൽ കം. എന്താണ് വ്യത്യാസം? സിമ്പിളാണ്. ഹീ കംസ് എന്ന് പറഞ്ഞാൽ അവൻ വരാറുണ്ട്, ശീലങ്ങൾ അല്ലേ, അവൻ വരാറുണ്ട്. അതുപോലെ ഹീ വിൽ കം എന്ന് പറഞ്ഞാൽ അവൻ വരും, അവൻ വരും. നമുക്ക് ഇങ്ങനെ എഴുതണം, അവൻ വരുമ്പോൾ എന്ന് പറയണം. അവൻ വരുമ്പോൾ, വന്നിട്ടില്ല, അവൻ വരുമ്പോൾ എന്ന് പറയണം. അങ്ങനെ അവൻ വരുമ്പോൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇവിടെ അല്ല ചേർക്കേണ്ടത്, ഈ വെൻ എന്ന് പറയുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ദ മൊമെന്റ്, ആസ് സൂൺ ആസ്, റൈറ്റ് ആഫ്റ്റർ, റൈറ്റ് ആഫ്റ്റർ, അതുപോലുള്ള കൺജക്ഷൻ ചേർക്കേണ്ടത് ഇതിൻ്റെ കൂടെയല്ല, ഇതിൻ്റെ കൂടെയാണ്. ഇതിൻ്റെ കൂടെയാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇപ്പം ഞാൻ പറയാണ് അവൻ വരുമ്പോൾ എന്ന് പറയണം, അവൻ വരുമ്പോൾ. അപ്പോൾ വെൻ ഹി വിൽ കം എന്ന് പറയരുത്, വെൻ ഹി വിൽ കം എന്ന് പറയാതെ വെൻ ഹി കംസ് എന്ന് പറയണം. നമ്മൾ പറയുന്നത് ഫ്യൂച്ചറെ കുറിച്ചാണെങ്കിലും ഇവിടെ ചേർക്കേണ്ടത് എവിടെയാണ്? നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൻ്റെ കൂടെയാണ്. അതിന് കാരണം അറിയോ? അതിന് കാരണം നമ്മൾ ഇതുപോലെയുള്ള കൺജക്ഷൻസ് ചേർക്കുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ, ഈ കൺജക്ഷൻ ഉപയോഗിച്ച് ആ ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ഷാൽ, വിൽ, ക്യാൻ, കുഡ് ഇതുപോലെയുള്ള വേർഡ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ, വരുമ്പോൾ, പോകുമ്പോൾ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉണ്ടോ, സിമ്പിൾ പ്രസൻറ്റ് വെർബ് ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ SES ഫോം വരുന്ന സെൻറ്റൻസിൻ്റെ മുന്നിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ വളരെ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി പറയാം, വെൻ ഹി അറൈവ്സ് വി വിൽ സ്റ്റാർട്ട് ദ മീറ്റിംഗ്. അവൻ എത്തുമ്പോൾ ഞങ്ങൾ മീറ്റിംഗ് ആരംഭിക്കും. ഇനി ഇതിനെ ഒന്ന് ഊന്നി പറയണം, എംഫസൈസ് ചെയ്തിട്ട് പറയണം. അവൻ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ മീറ്റിംഗ് ആരംഭിക്കും എന്ന് പറയണം. പറയാം ദ മൊമെന്റ് ഹി അറൈവ്സ്, ഇവിടെ വിൽ ചേർക്കരുത്. ഓക്കെ, ദ മൊമെന്റ് ഹി അറൈവ്സ് വി വിൽ സ്റ്റാർട്ട് ദ മീറ്റിംഗ്. അല്ലാന്നുണ്ടെങ്കിലോ നമുക്ക് പറയാം ആസ് സൂൺ ആസ് ഹി അറൈവ്സ് വി വിൽ സ്റ്റാർട്ട് ദ മീറ്റിംഗ്. ഇനി നമുക്ക് ചേർക്കാം റൈറ്റ് ആഫ്റ്റർ, അങ്ങനെ ചേർക്കാം. അങ്ങനെ റൈറ്റ് ആഫ്റ്റർ ഹി അറൈവ്സ് വി വിൽ സ്റ്റാർട്ട് ദ മീറ്റിംഗ്, അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ ആസ് ചേർക്കാം, ആസ് ഹി അറൈവ്സ് വി വിൽ സ്റ്റാർട്ട് ദ മീറ്റിംഗ്, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ദ മൊമെന്റ് ആസ് സൂൺ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിനെ എംഫസൈസ് ചെയ്ത് പറയുകയാണ് എന്നർത്ഥം. ഊന്നി പറയാൻ വേണ്ടിയാണ് നമ്മൾ ദ മൊമെന്റ് ആൻഡ് ആസ് സൂൺ ആസ് ഉപയോഗിക്കാറ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അതാണ് എന്ത്? അധ്യാപകൻ ക്ലാസ് റൂമിൽ കയറിയപ്പോൾ തന്നെ, കണ്ടോ, അധ്യാപകൻ ക്ലാസ് റൂമിൽ കയറിയപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ എണീറ്റ് നിന്നു. ഒരു കാര്യം കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു കാര്യം അവിടെ നടന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പറയാം വെൻ ദ ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ് റൂം. കണ്ടോ, വെൻ ദ ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ് റൂം എന്ന് വെച്ചാൽ അധ്യാപകൻ ക്ലാസ് റൂമിൽ എൻറ്റർ ചെയ്തപ്പോൾ ദ സ്റ്റുഡൻസ് സ്റ്റുഡ് അപ്പ്. ഓക്കെ, ഇനി ഇത് നമുക്ക് പറയാം ദ മൊമെന്റ് ദ ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ് റൂം ദ സ്റ്റുഡൻസ് സ്റ്റുഡ് അപ്പ്. അധ്യാപകൻ ക്ലാസ് റൂമിൽ എൻറ്റർ ചെയ്ത ഉടനെ തന്നെ സ്റ്റുഡൻസ് എണീറ്റ് നിന്നു. As soon as the teacher entered the classroom, the students stood up. ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.